തള്ളിയിട്ടെന്നാ ഒരു ഒടുക്കത്തെ വെയിറ്റർ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാണ്. ഇടത്തെക്കാലൊരു കുഴപ്പമില്ല, ചവിട്ടി കയറി തരിഞ്ഞായി. എന്റെ കയ്യിലും കുഴപ്പമൊന്നുമില്ല, ഞാനും ചവിട്ടും. മത്തിയാ എന്താണ് എടാ ഇതെന്തോന്ന് ഇവിടെ വന്ന് കിടക്കണത്? അമ്മക്ക് ഞാൻ ഇവിടെ വന്ന് കിടക്കണായിട്ട് തോന്നുന്നു അമ്മ. അല്ല നീ ഇവിടെ കിടക്കണായിട്ടല്ലേ എനിക്ക് തോന്നുള്ളൂ. മോളെ തള്ളിയിട്ടത്. തള്ളിയിട്ടൊന്നുമല്ലമ്മ, ഇവരെ പിടിച്ചിട്ട് കയ്യിൽ നിൽക്കണ്ടേ. ഞാൻ അമ്മ എത്ര നേരം പറഞ്ഞമ്മ റൂമിൽ അടച്ചു പൂട്ടി കിടക്കണം, കുറച്ച് വെട്ടം വിളിച്ചൊക്കെ വേണ്ട, അതുകൊണ്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി സഹായത്തിന് വിളിച്ചതിനേത്. ഇനി നീ വിളിക്കണ സഹായത്തിന് ഞാൻ വരാം. മക്കളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാമനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? നീ അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റണില്ല, അപ്പൊ പിന്നെ നിന്നെ താങ്ങി എങ്ങനെ നടക്കും? മക്കളെ കളിയാക്കിയതല്ല, മാമൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. മാമ എന്നെ ഒന്ന് പിടിച്ച സോഫയിലോട്ട് ഇരുത്തു. എന്തോന്നാണ് സ്ത്രീ കൂടെ നീ കാണിക്കണത്? നീ വിട് ഞാൻ കിടത്തിക്കോളാം. വേണ്ട വാ പതുക്കെ നീ ഇപ്പുറത്തോട്ട് വാടാ. പതുക്കെ കേശു പതുക്കെ. സേഫാണോ? എന്തായാലും ഇനി കുറച്ച് സൂക്ഷിക്കണം കേട്ടാ. അവിടെ ഇവിടെയൊക്കെ പൊട്ടലും അതും ഇതൊക്കെ ഉള്ളതാ. വെറുതെ കളിക്കാൻ നിന്നാ വെറുതെ അപകടമാവും. അതങ്ങനെ അച്ഛനും എല്ലാം പറ്റി അടങ്ങി ഒതുങ്ങിയിരിക്കുവോ? അതുപോലെ തന്നെ മാമ എന്തിനാ മാമ എന്ത് പറഞ്ഞാലും ഓട്ടാൻ ഒരു കോട്ടിങ് പോലെ അച്ഛൻ്റെ പേരെടുത്തും കൂടെ പറയണത്. എടാ കൊച്ചിലെ പോലെ ശീലിച്ചേടാ, അത് കണ്ടല്ലേ വളർന്നേ. കേശു നിനക്ക് നിന്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പം നിന്റെ കാര്യങ്ങൾ നീ സ്വയം മനസ്സിലാക്കി ചെയ്യാൻ നോക്ക്. ആരെ സപ്പോർട്ടൊന്നും മേടിക്കണ്ട. അമ്മൂമ്മ അച്ഛന്റെ യാതൊരു വിവരമില്ലല്ലോ. ഞാൻ അമരവിളയിലും നാഗർകോവിലും ചെങ്കലുള്ള ജയകുമാരിയൊക്കെ വിളിച്ചു നോക്കി, അവിടെ എങ്ങും അവൻ ചെന്നിട്ടില്ല. പിന്നെ ഇത് എവിടെ പോയത്? അതെ മാമ, ഞാനിത് പറയുന്നുണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. അച്ഛനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. അച്ഛനിങ്ങനെ രാഘവ മാമനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു നാൾ നീ എല്ലാം കളഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് നദിയും താണ്ടി മലയും താണ്ടി ഉയരമുള്ള സ്ഥലത്തോട്ട് പോവാണ്. ഇനിയിപ്പം ഗംഗയൊക്കെ താണ്ടി ഹിമാലയത്തിൽ വല്ലതും പോയി കാണൂ. പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അവിടെ തപസ്സിരിക്കായിരിക്കും. എന്തായാലും അവിടുത്തെ സന്യാസിമാരൊക്കെ സിദ്ധന്മാരെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കള്ളന്മാരെ കണ്ട അവർക്ക് അപ്പം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞല്ലമ്മ, പറഞ്ഞതിൻ്റെ പിന്നല്ല. ഇത് എവിടെ പോയെന്ന് എങ്ങനെയാ പറയാ, എങ്ങനെ അറിയാൻ പറ്റൂ? ഇത് എവിടെ പോയാലും ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ. തിരിച്ചു വരട്ടെ, അന്നേരം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. മോളെ എന്താ ഇത്? അമ്മ എനിക്കും എൻ്റെ വീടൊക്കെ ഉണ്ട്, എനിക്കും ഇതേപോലെയൊക്കെ പോകാനറിയാം. എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടമായത്. അമ്മ ചേച്ചിക്കും ഭയങ്കര വാശിയാണ്. അമ്മ അടുക്കളയിലോട്ട് ചെല്ലമ്മ. നീ ഇവിടെ ഇരിക്കുവാണോ അതോ ഞാൻ റൂമിൽ കൊണ്ടേക്കണോ? ഇതിന് പിന്നെയും കൊണ്ട് തള്ളിയിടാനാ? കണ്ടോ, ഇതാണ് എനിക്ക് ചൊറിഞ്ഞു വന്നതും. നോയിക്കോണം, നിന്നെ ഞാൻ മേലെ തൊടുക പോലുമില്ല. എന്താ ചേച്ചി ഞാൻ ഉണ്ടാ കൈവയ്യായിരിക്കാണ്, അധികം ആരും എടുക്കാൻ പറ്റില്ല. സ്വന്തം മതി. എന്നാലും വണ്ടി ഉണ്ടേ. ജോയിന്റെ കാര്യം അവൻ ഭയങ്കര ഫ്രോഡാ മാമ, ജോയി മോനെ. പക്ഷെ അവ അങ്ങനെ ചെയ്യുവോ? ഇപ്പൊ അച്ഛനും കൂടെ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അച്ഛനുണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്ത് പറഞ്ഞാലും അച്ഛ മോൻ തലയും കുത്തി വീണ അച്ഛ എവിടെ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.